നമ്മൾ പോകാത്ത സ്ഥലങ്ങളിൽ നമ്മുടെ മക്കൾ പോകുന്നു. നമ്മൾ പോകാത്ത സ്ഥലങ്ങളിൽ നമ്മുടെ മക്കൾ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്നു, ജോലി ചെയ്യുന്നു, ജീവിക്കുന്നു. നമ്മൾ കാണാത്ത വിദേശികളുടെ ഇടയിൽ നമ്മുടെ ആളുകൾ ഒരുമിച്ച് ജീവിക്കാൻ പഠിക്കുന്നു. ഒരു പോസിറ്റീവായ കാര്യമാണ്. സഭയെ സംബന്ധിച്ച് നമുക്ക് ഈ യാഥാർത്ഥ്യം അംഗീകരിച്ചേ മതിയാവും. നമ്മൾ ഇവരെ അനുധാവനം ചെയ്യുകയല്ലാതെ മറ്റ് നിവൃത്തിയിൽ പാസ്റ്ററൽ അക്കമ്പനിമെൻറ്റ്, അജപാലനപരമായ കൂടപ്പോക്ക് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് അതിനുള്ള ഒരു പ്രൊവിഷൻ, അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിലെ നമ്മൾ അനുഭവിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരു ദുരവസ്ഥ അതൊരു പക്ഷേ നമ്മുടെ കുറച്ചുകൂടി പേഴ്സണലൈസ്ഡ് ആണ്. എങ്കിൽ പോലും യാഥാർത്ഥ്യം ഈ കേരളത്തിൽ നമ്മൾ വൃദ്ധസദന നടത്തിപ്പുകാരായി തീരുന്ന ഒരവസ്ഥ. എല്ലാ ചെറുപ്പക്കാരുകളും വിദേശത്തേക്ക് അങ്ങ് പോയി എന്നോ പോകുന്നോ അല്ല അർത്ഥം. എങ്കിലും ഗണ്യമായ കൂടുതൽ മികവിന് സാധ്യതയുള്ള ഒരു പെർസെൻറ്റേജാണ് പോവുക. കുടിയേറ്റം എപ്പോഴും ധീരന്മാർക്കുള്ളതാണ്. അപ്പോൾ അവർ റിസ്ക് എടുത്ത് പോകാൻ കഴിവുള്ളവരാണ്. അങ്ങനെ ഒരു റിയാലിറ്റി ഇവിടെയുണ്ട്. കേരളത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റി വളരെ ഐസൊലേറ്റഡായി പോകുന്ന, അതായത് ഇവിടുത്തെ ഒരു സാമൂഹിക സന്തുലിതാവസ്ഥയുടെ ഒരു കാര്യം വരുമ്പോൾ ഒരു വശത്തേക്ക് ഇത് താഴുന്നു. നമ്മുടെ ആളുകളുടെ എണ്ണം തുലവും കുറയുന്നു. നമുക്ക് സ്വാധീനം ചെലുത്താൻ പര്യാപ്തമായ മികവുള്ള ആളുകളുടെ അഭാവം നമ്മളെ ഒറ്റപ്പെടുത്തുന്നു. ഇതെല്ലാം സംഭവിക്കുന്നു. ഇത് യാഥാർത്ഥ്യമാണ്. ഇതിന് കൂടെ പോകുന്നവരോടൊപ്പം പോവുക, ഉള്ളവരെ ഇവിടെ നിർത്താൻ സാധിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുത്ത് നമ്മളിവിടെ നിർത്തുക എന്നതല്ലാതെ നമുക്കൊരു ബാൻ ചെയ്യാനോ ഒന്നും സാധ്യമല്ല. ഗവൺമെൻറ്റിന് പോലും സാധ്യമല്ല. അങ്ങനെ ചില രാജ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് അങ്ങനെ പുറത്തേക്ക് പോകരുത് എന്ന് പറയാൻ സാധിക്കില്ല. അവർക്ക് തൊഴിൽ നൽകാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തൊഴിൽ സാധ്യത കിട്ടുന്നിടത്തേക്ക് പോകട്ടെ എന്ന് പറയാനേ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെയുള്ളവരെ സംരക്ഷിക്കാൻ എന്തെങ്കിലും പദ്ധതികൾ നമ്മൾ കണ്ടെത്തേണ്ടത്, തൊഴിലധിഷ്ഠിതമായ ചില സമ്പ്രദായങ്ങൾ, ജോലികൾ നമുക്ക് വരണം. കൃഷി ഗൗരവമായി സഭയും അർഹിക്കുന്ന പരിഗണന കൊടുത്ത് അതിലേക്ക് ആളുകളെ കൂടുതൽ ആകർഷിക്കത്തക്കതുപോലെ നമുക്ക് പരിശ്രമം ചെയ്യേണ്ടതായിട്ടുണ്ട്. മൈഗ്രേഷൻ ഈസ് എ റിയാലിറ്റി. നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ. അതാണ് ഞാൻ പോസിറ്റീവായി പറഞ്ഞത്. നമ്മൾ പോകാത്ത സ്ഥലങ്ങളിൽ നമ്മുടെ മക്കൾ പോകും. നമ്മൾ പോകാത്ത സ്ഥലങ്ങളിൽ നമ്മുടെ മക്കൾ പോയി ജീവിച്ച് നമ്മുടെ വിശ്വാസം അവിടെ ആഘോഷിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ പലയിടത്തും വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുടിയേറ്റക്കാരുടെ മക്കൾ അവിടെ ചെന്ന് ആരാധനയിൽ സംബന്ധിക്കുന്നതിൽ ഒരു വലിയ പ്രചോദനമുണ്ട്. പള്ളികൾ സജീവമാകുന്നു. അപ്പോൾ പല ബിഷപ്സും പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യുവർ പീപ്പിൾ അവർ ചർച്ചസ് ആർ അഗെയിൻ ആക്റ്റീവ്. അതൊരു പോസിറ്റീവായ കാര്യമാണ്, വലിയ കാര്യമാണ്. അപ്പോൾ നമ്മളുടെ ഒരു സുവിശേഷ സാക്ഷ്യത്തിന് നമ്മളുടെ മക്കളുടെ ഈ സാന്നിധ്യം സഹായിക്കുന്നു എങ്കിൽ നമുക്ക് വളരെ അത് പ്രയോജനമാണ്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ അപകടകരമായ മറ്റൊരു കാര്യമുള്ളത്, വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഉച്ചകോടിയിലുള്ള രാജ്യങ്ങളിലാണ് ജീവിക്കുന്നത്. ഇത് പിന്നീട് വിസ്മരിക്കപ്പെടാൻ സാധ്യത വളരെ ഏറെയാണത് ദൈവബോധം. അപ്പോൾ അതുകൊണ്ട് അതിൽ വളരെ ശ്രദ്ധയും ആവശ്യമുണ്ട്. എങ്കിലും ഇതൊരു യാഥാർത്ഥ്യമാണെന്ന അംഗീകാരത്തോടു കൂടി വേണം നമ്മളിതിനെ സമീപിക്കാൻ.